പ്രധാനപ്പെട്ട ദൃശ്യം വരുന്നു. സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി രവാഡ ചന്ദ്രശേഖർ ചുമതലയേൽക്കുകയാണ്. സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി രവാഡ ചന്ദ്രശേഖർ IPS ചുമതലയേൽക്കുകയാണ്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയിലെ 15 വർഷത്തെ അനുഭവ സമ്പത്തുമായി അദ്ദേഹം സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി ചുമതലയിലേക്ക് എത്തുകയാണ്. 1991 ബാച്ചിലെ കേരള കേഡർ ഉദ്യോഗസ്ഥനാണ് ശ്രീ രവാഡ ചന്ദ്രശേഖർ. അദ്ദേഹം സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയാകുന്നു. ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ പിൻഗാമിയായി രവാഡ ചന്ദ്രശേഖർ ചുമതലയേൽക്കുകയാണ്. പോലീസ് ആസ്ഥാനത്ത്, തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്താണ് ചുമതലയേൽക്കൽ ചടങ്ങ് നടക്കുന്നത്. തലശ്ശേരിയിൽ ASP ആയിട്ടാണ് രവാഡ ചന്ദ്രശേഖർ തൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത്. വലിയ വിവാദങ്ങളും അക്കാലത്തുണ്ടായി. അത് CPM-ന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മായാത്ത മുറിവായ കൂത്തുപറമ്പ് വെടിവെപ്പിന് 1994 ഉത്തരവിട്ടത് രവാഡ ചന്ദ്രശേഖറായിരുന്നു. അത് ഒരു വിവാദമായ ഒരു വശത്ത് ഉയർന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനും അപ്പുറത്ത് നിലവിലെ 3 പേരുടെ പട്ടികയിൽ ഏറ്റവും ആ പദവി അർഹിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ രവാഡ ചന്ദ്രശേഖറിനെ നിയമിക്കുകയായിരുന്നു എന്നാണ് CPM അക്കാര്യത്തിൽ വിശദീകരിക്കുന്നത്. ആന്ധ്ര സ്വദേശിയാണ് രവാഡ ചന്ദ്രശേഖർ. മികച്ച സേവനത്തിന് രാഷ്ട്രപതിയുടെ വിശിഷ്ട സ്തുത്യർഹ മെഡലുകൾ നേടിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം. പോലീസ് ആസ്ഥാനത്ത് അദ്ദേഹം രവാഡ ചന്ദ്രശേഖർ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി ചുമതലയേറ്റെടുക്കുകയാണ്. ഇന്നലെയാണ് പ്രത്യേക മന്ത്രിസഭാ യോഗം 3 പേരുടെ പട്ടികയിൽ നിന്ന് രവാഡ ചന്ദ്രശേഖറിന്റെയും നിതിൻ അഗർവാളിന്റെയും യോഗേഷ് ഗുപ്തയുടെയും പേരുകളാണ് UPSC സംസ്ഥാനത്തിന് ചുരുക്കപ്പട്ടികയിൽ കൈമാറിയിരുന്നത്. ആ പേരുകളിൽ നിന്ന് രവാഡ ചന്ദ്രശേഖർ IPS-നെ തിരഞ്ഞെടുത്തത് ഇന്നലെയാണ്. അതിനുശേഷം ഇന്ന് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിൽ ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുന്നതിനിടെയാണ് അദ്ദേഹം സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ തൊട്ടു മുൻപത്തെ മേധാവി ചുമതല ഒഴിയുന്ന ദിവസം തന്നെയാണ് ചുമതലയേൽക്കൽ നടക്കാറുള്ളത്. അദ്ദേഹം കേന്ദ്ര സർവീസിലെ ചുമതലകളിൽ നിന്ന് ഒഴിയേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ ഒരു ദിവസത്തേക്ക് H. വെങ്കടേഷിന് താൽക്കാലികമായി DGP-യുടെ ചുമതല കൈമാറിയിരുന്നു. ഇന്ന് ഇപ്പോൾ അദ്ദേഹം പോലീസ് ആസ്ഥാനത്ത്, തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്തെത്തി ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖർ. സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങിലെ ഏറ്റവും ആചാരപരമായ ചടങ്ങുകളൊന്നാണിത്. അത് അധികാരത്തിന്റെ ദണ്ഡ് സ്ഥാനമൊഴിയുന്ന മേധാവിയിൽ നിന്ന് ഏറ്റുവാങ്ങുക എന്നതാണ്. ആ ചടങ്ങാണിപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. സ്ഥാനമൊഴിയുന്ന മേധാവിയും പുതിയ മേധാവിയും രണ്ടുപേരും ആന്ധ്ര സ്വദേശികളാണെന്ന പ്രത്യേകത കൂടിയുണ്ട്.
സംസ്ഥാനത്തെ പോലീസ് സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഏറ്റെടുക്കൽ ചടങ്ങിനായി അവിടെ എത്തിയിരുന്നു. മുതിർന്ന നേതാക്കളെയെല്ലാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. MR അജിത് കുമാർ, DGP S ശ്രീജിത്ത് തുടങ്ങിയവരെയെല്ലാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആന്ധ്രാപ്രദേശിലെ വെസ്റ്റ് ഗോദാവരി സ്വദേശിയായ റവാഡ ചന്ദ്രശേഖർ 1991 ബാച്ച് IPS ഉദ്യോഗസ്ഥനാണ്. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്നാണ് അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എത്തുന്നത്. DIG ആയിരിക്കെയാണ് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്നത്. തലശ്ശേരി ASP ആയി തൻ്റെ കരിയർ തുടങ്ങിയ അദ്ദേഹം വിവാദമായ കൂത്തുപറമ്പ് വെടിവെപ്പിലും ഉൾപ്പെട്ടിരുന്നു. പക്ഷേ പിന്നീട് കോടതി റവാഡ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവരെ അതിൽ ക്രിമിനൽ താല്പര്യങ്ങൾ അവർക്കില്ലായിരുന്നു എന്ന കണ്ടെത്തലോടെ കുറ്റവിമുക്തരാക്കി. DIG ആയിരിക്കെ പിന്നീട് അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയി. ഇന്റലിജൻസ് ബ്യൂറോയുടെ സ്പെഷ്യൽ ഡയറക്ടറായി പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ 41ാമത് DGP ആയാണ് റവാഡ ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. പോലീസ് ആസ്ഥാനത്ത് പ്രൗഢഗംഭീരമായ ചടങ്ങിൽ തന്നെ സംസ്ഥാനത്തിന്റെ 41ാമത് DGP ആയി, സംസ്ഥാനത്തിന്റെ 41ാമത്തെ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ IPS ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. രണ്ടാഴ്ച മുൻപ് അദ്ദേഹം തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ള വരവിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. സംസ്ഥാനത്തിന് UPSC കൈമാറിയ പട്ടികയിൽ നിതിൻ അഗർവാളിനാണ് സീനിയോറിറ്റി ഉണ്ടായിരുന്നതെങ്കിൽ പോലും അത് മറികടന്ന് റവാഡ ചന്ദ്രശേഖറിനെ നിയമിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. ആന്ധ്രാപ്രദേശിലെ വെസ്റ്റ് ഗോദാവരി ജില്ലയിൽ നിന്നുള്ള റവാഡ ചന്ദ്രശേഖർ ആയിരിക്കും ഇനി സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള DGP, സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി. 2026 ജൂലൈ അവസാനം വരെ അദ്ദേഹത്തിന് സർവീസ് ഉണ്ട്. അപ്പോൾ അതായത് ഏതാണ്ട് ഒരു വർഷം അദ്ദേഹം പോലീസ് മേധാവി സ്ഥാനത്ത് തുടരും. സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് അദ്ദേഹത്തിന് ഒരു വർഷം കൂടി സർവീസ് നീട്ടി നൽകാൻ ആവും. സ്വാഭാവികമായും ഇപ്പോൾ 2 വർഷത്തെ സർവീസ് 2026 ജൂലൈയിൽ സർവീസ് കാലാവധി അവസാനിക്കുമെങ്കിൽ ഒരു വർഷം കൂടി കിട്ടും. അങ്ങനെയെങ്കിൽ 2027 വരെ അദ്ദേഹം പോലീസ് മേധാവി സ്ഥാനത്തുണ്ടാകും.